വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ കുറുമ്പിലാവിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് പ്രീത, SBHS കുറുമ്പിലാവിലെ ഇൻചാർജാണ്. 2025-26 52 കുട്ടികളാണ് ഈ വർഷം 25-26 നമ്മൾ SSLCക്ക് ഇരുന്നത്. അതിലെല്ലാ കുട്ടികളും നല്ല ഗ്രേഡോടുകൂടെ പാസ്സായിട്ടുണ്ട്. 100% വിജയം നമ്മുടെ സ്കൂളിൽ കരസ്ഥമായിട്ടുണ്ട്. അതുകൂടാതെ 4 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. ഗ്രാമ്യ ചാനൽ നൽകുന്ന ഒരു വിദ്യാഭ്യാസ അവാർഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സ്കൂളിനെയും അവർ സെലക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 9ാം തവണയും സ്വാമി ബോധാനന്ദ ഹൈസ്കൂളിന് 100% വിജയവും 4 ഫുൾ A+ നേടുകയുണ്ടായി. അതിന് കുട്ടികൾക്ക് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച PTA, MPTA, അതുപോലെ രക്ഷിതാക്കൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഗ്രാമ്യ പുരസ്കാരം, വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി നൽകിയ കേരള വിഷൻ TVയോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് സുനിൽ, സ്വാമി ബോധാനന്ദ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. തുടർച്ചയായി 9ാം വർഷവും നമ്മുടെ 10ാം ക്ലാസ് കുട്ടികൾക്ക് 100% വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിനു വേണ്ടി പിന്നെ പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഈ വേളയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ ഫുൾ A+ കിട്ടിയ 4 കുട്ടികൾക്ക് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടിയതിലും ഞാൻ ഈ വേളയിൽ നന്ദി പറയുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ വേളയിൽ ചാനലിനോടും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. കുറുമ്പിലാവ് സ്വാമി ബോധാനന്ദ ഹൈസ്കൂളിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇത്തവണത്തെ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് ചേരുന്നത്. നമുക്കൊന്നവരെ പരിചയപ്പെടാം. മുഹമ്മദ് യാസീൻ, വൈഗാലക്ഷ്മി, ആമിന TF, നന്ദന K ജയരാജ്. അപ്പോ ഇത്തവണ നമ്മുടെ SSLC പരീക്ഷ എല്ലാം കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ? സിലബസ് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പങ്കുവെക്കണേ? ആദ്യം എങ്ങനെ പഠിക്കണ്ടേന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ടീച്ചേഴ്സ് എപ്പോഴും പഠിക്കേണ്ട കുറെ നോട്ട്സ് ഒക്കെ തന്നിരുന്നു. ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തിരുന്നു. ഈ ഒരു വിജയം ഇങ്ങനെ നമ്മൾ നേടിയപ്പോ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഭാഗത്തുണ്ടായിരുന്ന അവരുടെ ഒരു സന്തോഷം എങ്ങനെയാണ്? അവര് നല്ല ഹാപ്പി ആയിരുന്നു. ഇപ്പോ സിലബസ് ഒക്കെ മാറിയ കാരണം അത്ര അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായില്ല, എന്നാലും കിട്ടിയപ്പോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിനെ കുറിച്ച്, നമ്മുടെ അധ്യാപകരെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഈ സമയത്ത് ഓർമ്മിക്കാണ്? ഇവിടുത്തെ ടീച്ചർമാർ കാരണമാണ് ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടിയത്. രാവിലെ സ്പെഷ്യൽ ക്ലാസ്, വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ്, അല്ലാത്തപ്പോൾ വീട്ടിലേക്ക് വിളിച്ചുവരെ ടീച്ചർമാർ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഫോൺ വിളിച്ചിട്ടായാലും വാട്സപ്പിൽ നോട്ട്സ് അയച്ചിട്ടായാലും നല്ല ക്ലാസ്സുകളാണ് ഇവിടെ. നമുക്ക് ഈ ഒരു വർഷക്കാലം മറക്കാനായിട്ട് സാധിക്കില്ല അല്ലെ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഓർത്ത് പറയാനായിട്ട്? ഇവിടുത്തെ ആനിവേഴ്സറി, പിന്നെ ടീച്ചേഴ്സിന്റെ പോലെ ക്ലാസ്സുകള് എല്ലാം മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരുന്നു. അപ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടികൾ നമ്മളോടൊപ്പം നിൽക്കുന്നത്. നമ്മളും അവരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് വിദ്യാലയത്തിൽ നിന്ന് ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങണത് അല്ലെ? അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാം.